സർവേഷാം നമസ്കാര. സംസ്കൃതപഠനം അത്ര വിഷ്ണുസഹസ്രനാമപഠനം. അഷ്ടചത്വാരിംശത്തമം ശ്ലോകം പഠാമः. സപ്തചത്വാരിംശत् ശ്ലോകപര്യന്തം വയം പഠിതവന്തः. അദ്യ അഷ്ടാചത്വാരിംശത്തമം ശ്ലോകം പഠാമः. യജ്ഞയിജ്യോ മഹേജ്യശ്ച ക്രതുഃ സത്രം സതാംഗതി സർവദരിശീ വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. യജ്ഞ ഇജ്യ മഹേജ്യ ച ക്രതു സത്രം സതാം ഗതി സർവദരിശി വിമുക്താത്മാ സർവജ്ഞ ജ്ഞാനം ഉത്തമം. യജ്ഞ യജ്ഞ ഇതി അസ്തി. അത്ര യജ്ഞ എന്നല്ല, യജ്ഞം എന്നാണ് കുറച്ചുകൂടി നല്ലത്. എന്നാലും യജ്ഞ എന്തായാലും ചൊല്ലുന്ന സമയത്ത് യജ്ഞായ എന്നാണ് രൂപം വരിക. യജ്ഞ ഇജ്യ. അപ്പൊ യജ്ഞ ഇജ്യ അവിടെ വിസർഗം ലോപിച്ചിട്ട് യജ്ഞ ഇജ്യ. ഇജ്യ എന്നുള്ളത് ഇജ്യോ എന്നാവും. യജ്ഞ ഇജ്യോ. പിന്നെ മഹേജ്യ, പിന്നെ ചാന്നാണ്. മഹേജ്യ ച കൂടി വരുമ്പോൾ മഹേജ്യ എന്നുള്ള വിസർഗം ശകാരായിട്ട് ശ്ച എന്നാവും. മഹേജ്യശ്ച. യജ്ഞ ഇജ്യോ മഹേജ്യശ്ച. യജ്ഞ ഇജ്യോ മഹേജ്യശ്ച. യജ്ഞ ഇജ്യോ മഹേജ്യശ്ച. പിന്നെയുള്ളത് ക്രതു സത്രം സതാം ഗതി. അവിടെ ക്രതു സത്രം കൂടി വരുമ്പോൾ ആ വിസർഗം സകാരായിട്ട് സത്രം എന്നാവും. ക്രതുസത്രം സതാം ഗതി. ക്രതുസത്രം സതാം ഗതി. ക്രതുസത്രം സതാം ഗതി. ക്രതുസത്രം സതാം ഗതി. യജ്ഞ ഇജ്യോ മഹേജ്യശ്ച ക്രതുസത്രം സതാം ഗതി. സർവദരിശി വിമുക്താത്മാ. സർവദരിശി വിമുക്താത്മാ. സർവദരിശി വിമുക്താത്മാ. സർവദരിശി വിമുക്താത്മാ. സർവജ്ഞ, അത് സർവജ്ഞോ എന്നായി മാറും. പിന്നെ ജ്ഞാനം ഉത്തമം കൂടി വരുമ്പോൾ ജ്ഞാനമുത്തമം മാന്നായിട്ട് മാറും. അനുസ്വാരം മകാരായിട്ട് ജ്ഞാനമുത്തമം. സർവജ്ഞോ, സർവജ്ഞ എന്നുള്ളത് സർവജ്ഞോ എന്നായി. സർവജ്ഞോ ജ്ഞാനമുത്തമം. സർവജ്ഞോ ജ്ഞാനമുത്തമം. സർവജ്ഞോ ജ്ഞാനമുത്തമം. സർവദരിശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. യജ്ഞ ഇജ്യോ മഹേജ്യശ്ച ക്രതുസത്രം സതാം ഗതി. ഈ മഹേജ്യശ്ച എന്ന് കഴിഞ്ഞിട്ട് ക്രതു, അവിടെ മഹേജ്യശ്ച ക്രതു
എന്ന് ചൊല്ലിയാൽ പോരാ. മഹേജ്യശ്ചക്രതു, ക്ര എന്നുള്ള രീതിയിൽ ഒരു ശക്തി കൊടുക്കണം. മഹേജ്യശ്ചക്രതു സത്രം സതാം ഗതി. സർവദരിശീ വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. അപ്പൊ അതിലെ പദങ്ങൾ വരുമ്പോൾ ആദ്യത്തത് യജ്ഞം, യജ്ഞ, യജ്ഞ എന്നോ യജ്ഞം എന്നോ എന്തോ ആയിക്കോട്ടെ, യജ്ഞ. അപ്പൊ അത് ഈ യാഗം എന്നൊക്കെയുള്ള അർത്ഥം തന്നെയാണ് യജ്ഞ. യാഗസ്വരൂപിയായിട്ടുള്ള, യജ്ഞസ്വരൂപിയായിട്ടുള്ള ആള് എന്നൊക്കെ അർത്ഥം. യജ്ഞത്തിന്റെയും യാഗത്തിന്റെയും ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് ഒരു ഫലം കാക്ഷിച്ചുകൊണ്ടല്ല. അഗ്നിയിലേക്ക് ഹോമിക്കുന്ന സമയത്ത് അത് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ലല്ലോ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഇന്ന ഫലം എനിക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെ ചെയ്യുന്നതിനാണ് യജ്ഞം, യാഗം എന്നൊക്കെ പറയാം. ഏതായാലും യജ്ഞ, ആ യജ്ഞത്തിന്റെ ആളാണ് യജ്ഞ. അകാരാന്താണ്. അപ്പൊ യജ്ഞായ എന്ന് വരും ചതുർത്ഥി. യജ്ഞായ നമ. അടുത്തത് ഇജ്യ. ഇജ്യ, ഇജ്യ എന്നുള്ള വാക്കിന് പൂജ എന്നൊക്കെ അർത്ഥമാണ്. ഇജ്യ. അപ്പൊ ഇജ്യക്ക് യോഗ്യനായിട്ടുള്ള ആള്, പൂജയ്ക്ക് യോഗ്യൻ, ആ പൂജയ്ക്കൊക്കെ വിഷയമായിട്ടുള്ള ആള്, പൂജ ചെയ്യപ്പെടുന്ന ആൾ, ആരെയാണോ പൂജിക്കുന്നത് ആ ആള്. അപ്പൊ ഇജ്യ, പൂജിക്കപ്പെടുന്നവൻ എന്നൊക്കെ അർത്ഥം. ആരാധനയ്ക്കൊക്കെ യോഗ്യനായിട്ടുള്ള ആള്. ഇജ്യ എന്നുള്ളത് ഇജ്യായ എന്നാണ് രൂപം കിട്ടുക. അപ്പൊ ഇജ്യായ നമ, യജ്ഞായ നമ, ഇജ്യായ നമ. പിന്നെ അടുത്തത് മഹേജ്യ. അത് ഈ മഹാ ഇജ്യയാണ് മഹേജ്യ. നമ്മളിപ്പോ ഇജ്യ എന്ന് പറഞ്ഞല്ലോ, ഇജ്യ പൂജിക്കപ്പെടേണ്ടവൻ. അപ്പൊ പൂജിക്കപ്പെടുന്ന ആൾക്കാരിൽ വെച്ച് ഏറ്റവും അധികം പൂജിക്കപ്പെടേണ്ട ആളാകുമ്പോൾ മഹേജ്യ ആയി. പൂജാ വിഷയങ്ങളില്, പൂജാ യോഗ്യന്മാരില് അതിലേറ്റവും ഉത്തമനായിട്ടുള്ള ആള് എന്നർത്ഥം. മഹേജ്യായ നമ. മഹേജ്യ എന്നുള്ളത് മഹേജ്യായ. മഹേജ്യായ നമ, യജ്ഞായ നമ, ഇജ്യായ നമ, മഹേജ്യായ നമ. അടുത്തത് ക്രതു. ക്രതു എന്നുള്ളത് ഉകാരാന്താണ്. അപ്പോൾ ക്രതവേ എന്നാണ് രൂപം കിട്ടുക. ക്രതവേ. അപ്പോൾ ഇത് ഈ ക്രതു എന്നുള്ള വാക്കിന് യാഗം എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അപ്പൊ അതൊക്കെ ഓരോരോ യാഗത്തിന്റെ പല പല പേരുകളിൽ പെട്ട ഓരോ യാഗത്രയെ കൂട്ടുണ്ട്. ഒരു യാഗം, ആ യാഗത്തിന് ഒക്കെ വിഷയമായിട്ടുള്ള ആള്, ആ യാഗത്തിന്റെ ആള് എന്നർത്ഥം. പിന്നെ അതുപോലെ തന്നെ ഈ ഓരോരോ പ്രവൃത്തികൾ ഉണ്ടാവുമല്ലോ, പലതരത്തിലുള്ള പ്രവൃത്തികൾ, അതിൻ്റെയൊക്കെ പിന്നിൽ ആരാണോ അദ്ദേഹം എന്നുള്ള അർത്ഥത്തിലും ഈ ക്രതു എന്നുള്ള വാക്കിന് അർത്ഥമുണ്ട്. അപ്പോൾ ക്രതു ഉകാരാന്താണ്. ക്രതവേ നമ. അടുത്തത് സത്രം. സത്രം എന്ന് പറയുന്നതും ഒരു തരം യാഗത്തിന്റെ പേരായിട്ട് പറയുന്നുണ്ട്. ആ യാഗത്തിലൂടെ യാഗം കൊണ്ട് പൂജിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സത്രം. പിന്നെ ഈ സത്രത്തിന് വേറൊരു അർത്ഥം നമുക്കറിയുന്ന ഒരു അർത്ഥമുണ്ട്. സത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും താമസിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളത്, ആർക്കായാലും ശരി, ആർക്കും താമസിക്കാം, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് സത്രം. ഇതെന്താണ് സത്രമാണോ എന്നൊക്കെ ചോദിക്കാറില്ലേ. അപ്പൊ അതിന് വേറൊരു അർത്ഥമുണ്ട്. നല്ലവരെ, നല്ല നല്ല ആൾക്കാർക്കൊക്കെ സംരക്ഷിക്കുക, അവരെ സംരക്ഷിക്കുന്ന ആള്, അവർക്ക് സത്രമായിട്ടുള്ള ആള്. ആർക്കും, നല്ല ആൾക്കാർക്കൊക്കെ അവിടെ ചെല്ലാം, അവിടെ പോയിട്ട് താമസിക്കാം. അതാണ് സത്രം. പിന്നെ എല്ലാത്തിനെയും ഈ പോഷിപ്പിക്കുന്ന ആള് എന്നുള്ള ഒരർത്ഥവും കൂടിയുണ്ട് സത്രം എന്നുള്ളതിന്. സത്രായ എന്ന രൂപം. അടുത്തത് സതാം ഗതി. സതാം ഗതി, സത്തുക്കൾ, അവർക്ക് ഗതിയായിട്ടുള്ള ആള്. സത്തുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരാണ്. സത്ത്, സജ്ജനങ്ങൾ, അതാണ് സത്തുക്കൾ. അവർക്ക് സതാം, സത്ത്, സതൗ സത, സജ്ജനങ്ങൾക്ക് എന്നർത്ഥം. സതാം, അതിന് ഷഷ്ഠി ബഹുവചനാണ് സതാം.
സജ്ജനങ്ങൾക്ക് ഗതി, ഗതിയായിട്ടുള്ളയാള്, അവർക്കൊക്കെ ലക്ഷ്യമായിട്ടുള്ള ആള് എന്നർത്ഥം. സതാം ഗതി, ഗതി എന്നുള്ള വികാരം എന്താണ്? ഇപ്പൊ ഗത്യൈ ഗതയെ രണ്ടും ഉണ്ട്. ഇപ്പൊ ഇവിടെ ഗതയെ എന്ന് എടുക്കാം, ഗതയേ നമ എന്ന് വേണമെങ്കിൽ എടുക്കാം. ഗതയേ നമ, അത് അങ്ങനെ എടുക്കാറുണ്ട്. ഗതയേ നമ എന്ന് എടുക്കാറുണ്ട്. അവിടെ സതാം ഗതി, അവിടെ ഗതയെ എന്ന് എടുക്കും, ഗത്യൈ എന്നും എടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് രണ്ടു തരത്തിലും ഗത്യൈ ഗതയെ രണ്ട് രൂപം ഉണ്ടെങ്കിലും കൽപ്പടംപൂരൊക്കെ പഠിപ്പിച്ചു തന്നത് ഗത്യൈ എന്നുള്ള രൂപമാണ്. അപ്പോൾ സതാം ഗത്യൈ നമ, കാരണം ഗതയെ എന്നുള്ളത് തിരുത്തി തന്നിട്ടുണ്ട്. ഗതയെ എന്നുള്ളത് വെട്ടിയിട്ട് അത് ഗത്യൈ എന്നാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സതാം ഗത്യൈ നമ, സജ്ജനങ്ങൾക്ക് ഒക്കെ ഗതിയായിട്ടുള്ള, ഭക്തന്മാർക്കൊക്കെ ലക്ഷ്യമായിട്ടുള്ള എന്നർത്ഥം. സതാം ഗതി. പിന്നെ സർവദരിശി, സർവദരിശി, എല്ലാം കാണുന്നയാളാണ് സർവദരിശി, എല്ലാം കാണുന്നയാൾ, അതിന് അർത്ഥം. സർവദരിശി, സർവദരിശി എന്ന് വരുന്നുണ്ട്. അപ്പൊ അവിടെ നകാരാന്തായിട്ടുള്ള രൂപമാണ് സർവദരിശിനേ നമ, സർവദരിശിനേ നമ എന്ന് രൂപം വരും. സർവദരിശിനേ നമ. പിന്നെ വിമുക്താത്മാ, വിമുക്താത്മാ, സർവദരിശി വിമുക്താത്മാ, വിമുക്തമായ ആത്മാവോട് കൂടിയ ആളാണ് വിമുക്താത്മാ. അതായത് ഈ മുക്തൻ, വിമുക്തൻ എന്നൊക്കെ പറഞ്ഞാൽ മോചനം കിട്ടിയ ആളെന്ന് അർത്ഥം. അപ്പൊ മോചനം കിട്ടിയ വിമുക്തമായ ആത്മാവോട് കൂടിയ ആള്, അപ്പൊ ആത്മാവിന് മോക്ഷം കിട്ടുന്ന സ്ഥലം എന്നൊക്കെ അർത്ഥത്തിൽ എടുക്കാം. ആത്മാവിന് മോക്ഷം എവിടെയാണോ കിട്ടുന്നത്, ആരിൽ നിന്നാണോ കിട്ടുന്നത്, ആ ആളാണ് വിമുക്താത്മാ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ആത്മാ എന്നുള്ള നകാരാന്താണ്, അതിന്റെ ചതുർത്ഥി ആത്മനേ എന്നാണ്. അപ്പോൾ വിമുക്താത്മനേ നമ. അടുത്തത് സർവജ്ഞ, സർവം ജാനാതി ഇത് സർവജ്ഞ, എല്ലാം അറിയുന്നവൻ, സർവജ്ഞ, എല്ലാം അറിയുന്നവനാണ് സർവജ്ഞ. അപ്പോൾ സർവജ്ഞായ എന്നാണ് ചതുർത്ഥി വരിക, സർവജ്ഞായ നമ. അടുത്തത് ജ്ഞാനം എന്നും ഉത്തമം എന്നും രണ്ട് രൂപങ്ങളുണ്ട്. കൂടി വരുമ്പോൾ ജ്ഞാനം ഉത്തമമായി. അപ്പൊ ഇത് നാമാവലി വരുമ്പോ ഈ ചതുർത്ഥിയായിട്ട് വരണല്ലോ. അപ്പൊ ജ്ഞാനം ഉത്തമം രണ്ടും ചതുർത്ഥിയായിട്ട് വരിക. അപ്പൊ ജ്ഞാനം എന്നുള്ളത് ജ്ഞാനായ എന്നായി, ഉത്തമം എന്നുള്ളത് ഉത്തമായ എന്നും ആയി. അപ്പോൾ ജ്ഞാനായ ഉത്തമായ നമ എന്ന് രൂപം വരും. ജ്ഞാനായ ഉത്തമായ നമ. സർവജ്ഞോ ജ്ഞാനമുത്തമം. ഇത്രയാണ് ആ 48ാമത്തെ ശ്ലോകത്തിലുള്ളത്. എല്ലാവർക്കും കൂടെ ചെല്ലാം. യജ്ഞ ഇജ്യോ മഹേജ്യശ്ച ക്രതുസ്സത്രം സതാം ഗതി സർവദരിശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. അപ്പോൾ 48ാമത്തെ ശ്ലോകം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് 49ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. 49. അപ്പോൾ അവിടെ ശ്ലോകം നമുക്ക് ചൊല്ലാം. സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷസുഖദ സുഹൃത് മനോഹരോജിതക്രോധോ വീരബാഹുർവിധാരണ. സുവ്രത, സുമുഖ, സൂക്ഷ്മ, സുഘോഷ, സുഖദ, സുഹൃത്ത്, മനോഹര, ജിതക്രോധ, വീരബാഹു, വിധാരണ. ഇത്രയും രൂപങ്ങളാണ്. ഓരോന്നായിട്ട് നോക്കാം. അപ്പോ സുവ്രത എന്നാണ് വരിക. സുവ്രത, സുവ്രത. സുമുഖ കൂടി വരുമ്പോൾ സുവ്രത സുമുഖ എന്നാവും. വിസർഗം സകാരായിട്ട് സുവ്രത സുമുഖ. അടുത്തത് സൂക്ഷ്മ, അവിടെ ഇതേപോലെ തന്നെ കൂടി വരുമ്പോൾ സു എന്നാവും. സുവ്രത സുമുഖ സൂക്ഷ്മ.
സുവ്രതഃ സുമുഖഃ സൂക്ഷ്മ. സുവ്രതഃ സുമുഖഃ സൂക്ഷ്മ. പിന്നെ സുഘോഷ. അടുത്തത് സുഖദ. സുഘോഷ സുഖദ. അടുത്തത് സുഹൃത്ത്. അവിടെ അതെ സുഖദ സുഹൃത്ത് എന്നാവും. സുഘോഷ സുഖദ സുഹൃത്ത്. സുഹൃത്ത് എന്നുള്ളത് മലയാളികൾ ചിലപ്പോൾ സുഹൃൽ എന്നൊക്കെ ഉച്ചരിക്കാറുണ്ട്. അതിന്റെ സംസ്കൃതമായിട്ട് വരുമ്പോൾ സുഹൃത്ത് എന്നുള്ള രീതിയിലാണ് ഉച്ചാരണം വരിക. സുഘോഷ സുഖദ സുഹൃത്ത്. സുഘോഷ സുഖദ സുഹൃത്ത്. സുഘോഷ സുഖദ സുഹൃത്ത്. പിന്നെ മനോഹര എന്നുള്ളത് മനോഹരോ എന്നായി. ജിതക്രോധ എന്നുള്ളത് ജിതക്രോധോ എന്നായി. മനോഹരോ ജിതക്രോധോ. മനോഹരോ ജിതക്രോധോ. മനോഹരോ ജിതക്രോധോ. പിന്നെ വീരബാഹു. വീരബാഹു എന്നുള്ള വിസർഗം എന്നായിട്ട് വീരബാഹുർ. പിന്നെ വിദാരണ. വിദാരണ വിദാരണ. വീരബാഹുർവിദാരണ. 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 മനോഹരോ ജിതക്രോധോ വീരബാഹുർവിദാരണ. സുവ്രതസ്തു മുഖസ്തൂക്ഷ്മസ്തു ഘോഷസുഖദ സുഹൃത്. മനോഹരോ ജിതക്രോധോ വീരബാഹുർവിദാരണ. അപ്പൊ ഇനി ഓരോന്നായിട്ട് നോക്കാം. സുവ്രത. സു ആയിട്ടുള്ള വ്രത. വ്രതം എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന വ്രതം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല സു ആയിട്ടുള്ള വ്രതങ്ങള്, നല്ല നല്ല വ്രതങ്ങള് അത് അനുഷ്ഠിക്കുന്നയാള് എന്നുള്ള അർത്ഥത്തിൽ സുവ്രത ആവാം. അതുപോലെ അവനവന്റെ ഭഗവാന്റെ മുമ്പിൽ ആരാണോ കീഴടങ്ങി കൊണ്ട് ഉണ്ടാവുന്നത് അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നയാള്. അതുപോലെ നല്ല തപസ് ഒക്കെ നരനാരായണ അവതാരമായിട്ട് ചെയ്ത സമയത്തൊക്കെ കഠിനമായിട്ടുള്ള തപസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുവ്രതം, നല്ല വ്രതത്തോടു കൂടി ഇരുന്നിട്ടുണ്ട്. യാഗങ്ങളിലൊക്കെ വേണ്ട പോലെ നിയന്ത്രണം ഉള്ളയാള് എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ ഓരോരോ അവതാരങ്ങൾ ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട്. ആ അവതാരങ്ങളിലൊക്കെ കൃത്യത പുലർത്തുന്നയാളാണ് സുവ്രത. പിന്നെ സുമുഖ, നല്ല മുഖത്തോടു കൂടിയ ആള്, അതാണ് സുമുഖ. നല്ല ഭംഗിയുള്ള ആള് എന്നർത്ഥം. സുമുഖൻ, ആകർഷകമായിട്ടുള്ള മുഖത്തോടു കൂടിയവൻ എന്നൊക്കെയുള്ള അർത്ഥം. പിന്നെ സൂക്ഷ്മ. സൂക്ഷ്മ സൂക്ഷ്മമായിട്ടുള്ള ആള്, വളരെ സൂക്ഷ്മമായിട്ടുള്ള ആള്, അതാണ് സൂക്ഷ്മ. നമുക്കൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമല്ല എന്നർത്ഥം, പ്രയാസമായിട്ടുള്ള ആള്. പിന്നെ സുഘോഷ. സുഘോഷ, നല്ല ശബ്ദത്തോടു കൂടിയ സുഘോഷ. അപ്പോൾ ആരുടെ ശബ്ദമാണോ ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ആള്. അപ്പോൾ വേറൊരർത്ഥവും കൂടിയുണ്ട്, ഈ വേദങ്ങളെ കൊണ്ടൊക്കെ സ്തുതിക്കപ്പെടുന്നയാള് എന്നൊരർത്ഥവും കൂടി ഉണ്ട്. പിന്നെ സുഘോഷ എന്ന് പറഞ്ഞുകൊണ്ട്
വളരെ മധുരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആഴമേറിയത് ആയിട്ടുള്ള നല്ല ശബ്ദത്തോടു കൂടിയ ആള് എന്നുള്ള അർത്ഥവും പറയാം. സുഘോഷ, സൂക്ഷ്മ സുഘോഷ. പിന്നെ സുഖത എന്നുള്ളതാണ്. സുഖത, സുഖം ദദാതി ഇത് സുഖത. സുഖത്തെ കൊടുക്കുന്നയാളാണ് സുഖതൻ. നല്ല എല്ലാവർക്കും വേണ്ടതുപോലെ സുഖത്തെ ഉണ്ടാക്കി കൊടുക്കുന്നയാൾ. ഈ സുഖത്തെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ പിന്നെ പലതും പറയേണ്ടി വരും. എന്താണ് സുഖം എന്നുള്ളതിൻ്റെയാണ് ആ നിർവചനമാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത്. നമ്മളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച സുഖങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. ധാരാളം പണം ഉണ്ടാവുക, ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാവുക, എല്ലാത്തിനും വേണ്ടത്ര പരിചാരകന്മാരുണ്ടാവുക, ഇതൊക്കെ ആണ് സുഖം എന്ന് വിചാരിക്കുന്നതല്ല. അതായിക്കൊള്ളുന്നില്ല എന്നർത്ഥം. സുഖദം, സുഖത്തെ ദാനം ചെയ്യുന്നവനാണ് സുഖദൻ. സുഖം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏതിലും സുഖം കണ്ടെത്തുന്നയാളായാലും സുഖദനായി. സുഖദം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായിട്ട് മാറാൻ സാധിക്കുക. സുഖദം, സുഖദ. പിന്നെ സുഹൃത്ത്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയത്തോടു കൂടിയ ആളാണ് സുഹൃത്ത്. നല്ല മനസ്സോടു കൂടിയ ആള്, അതൊക്കെയാണ്. അപ്പോൾ സുമുഖ, സുവ്രത എന്നുള്ളത് ചതുർത്ഥി വരുമ്പോൾ സുവ്രതായ എന്ന് വരും. സുവ്രതായ നമ. സുമുഖ എന്നുള്ളത് സുമുഖായ നമ. സൂക്ഷ്മ എന്നുള്ളത് സൂക്ഷ്മായ നമ. സുഘോഷ എന്നുള്ളത് സുഘോഷായ നമ. സുഹൃത്ത് എന്നുള്ളത് സൂക്ഷ്മ സുഘോഷ സുഹൃദ അല്ല, സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖദ. സുഘോഷ സൂക്ഷ്മ എന്നുള്ളത് സൂക്ഷ്മായ. സുമുഖ സുമുഖായ. സൂക്ഷ്മ സൂക്ഷ്മായ. സുഘോഷ സുഘോഷായ. സുഖദ സുഖദായ. സുഖം ദദാതി സുഖദായ. സുഹൃത്ത് എന്ന് പറയുമ്പോൾ സുഹൃദേ എന്നാണ് വരിക. ഹൃത്ത് തകാരാന്തം. അപ്പോൾ സുഹൃദേ നമ എന്ന് വരും. സുഹൃദേ നമ. പിന്നെ മനോഹര, മനോഹര, അത് മനോഹരായ എന്ന് വരും. മനോഹരായ നമ. ഈ മനോഹരം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഹരിക്കുന്നതാണ് മനോഹരം. ഹൃദയത്തിനെ വേണ്ടതുപോലെ വശീകരിക്കുന്ന എന്നത് മനോഹരം. ജിതക്രോധ, ക്രോധം ജിതമായിട്ടുള്ള ആളാണ് ജിതക്രോധൻ. അപ്പോൾ കോപത്തെ ജയിച്ചയാളാണ് ജിതക്രോധൻ. കോപം ഉണ്ടാവില്ല എന്നർത്ഥം. കോപത്തിനും അതീതനാണ്. കോപത്തെ ജയിച്ച അവൻ ജിതക്രോധ. അത് ജിതക്രോധായ എന്ന രൂപം വരും. ജിതക്രോധായ നമ. പിന്നെ വീരബാഹു, വീരബാഹു, ബാഹവേ എന്നാണ് വരിക. വീരബാഹവേ നമ എന്നാണ് രൂപം വരിക. വീരബാഹവേ നമ. വീരബാഹു എന്ന് പറഞ്ഞാൽ വീരമായിട്ടുള്ള ബാഹുക്കളോട് കൂടിയ ആളാണ് വീരബാഹു. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള കൈകളോടുകൂടി. അവ കൈകളിൽ ശക്തി വരിക എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ആയുധങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. നല്ല ശക്തമായിട്ടുള്ള ആയുധങ്ങളോട് കൂടിയ ആൾ എന്നൊരർത്ഥവും വീരബാഹു എന്നുള്ളതിന് പറയാം. പിന്നെ അടുത്തത് വിദാരണ. വിദാരണ, അത് ധാരണം എന്നൊക്കെ പറഞ്ഞാൽ മുറിക്കുക എന്നൊക്കെ ഉള്ള ഒരർത്ഥമാണ്. അപ്പോൾ വിദാരണ, വിശേഷമായിട്ടുള്ള ധാരണ. പലരുടെയും ഭക്തന്മാരുടെയൊക്കെ പാവങ്ങൾ അതൊക്കെ മുറിച്ചു കളയുന്നയാള്. അങ്ങനെ ഒരു വിദാരണ എന്നാവാം. പിന്നെ ഹിരണ്യകശിപു, അതുപോലെ രാഹു, ഇവരൊക്കെ മുറിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അവരെയൊക്കെ മുറിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു അർത്ഥം വിദാരണ. വിദാരണ എന്നുള്ളത് വിദാരണായ എന്ന് വരും. വിദാരണായ നമ. സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖദ സുഹൃത് മനോഹരോജിത ക്രോധോ വീരബാഹുർവിദാരണ. 2 ശ്ലോകങ്ങൾ ഇന്ന് മതിയെന്ന് വെക്കാം. ആ 2 ശ്ലോകങ്ങളിൽ നിന്ന് ചൊല്ലി നോക്കാം. യജ്ഞ ഇദ്യോ മഹേജ്യശ്ചക്രതുഃസത്രം സതാം ഗതി സർവദരിശീ വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം.
സുവ്രതസ്സു മുഖസൂക്ഷ്മസ്സു ഘോഷസുഖദസുഹൃൾ മനോഹരോജിതക്രോധോ വീരബാഹുർവിധാരണ. ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം.